അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി എപ്പിസോഡുകളിൽ അനാവരണം ചെയ്യപ്പെട്ട അയ്യപ്പ കഥകൾക്ക് ഉപോത്ബലമായ ഞാൻ സഹായത്തിന് സ്വീകരിച്ച വിവിധ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്നു. ദൈനംദിന പാരായണത്തിന് ഉപയോഗപ്പെടുത്താവുന്ന ആ പുസ്തകങ്ങൾ നിങ്ങളുടെ സജീവ ശ്രദ്ധയ്ക്ക് സമർപ്പിക്കുന്നു. ഒന്ന് ശ്രീമദ് അയ്യപ്പ ഭാഗവതമാണ്, മറ്റൊന്ന് ശ്രീമദ് അയ്യപ്പ ഗീത. ഒന്ന് തനി മലയാളത്തിലുള്ളതും അയ്യപ്പ ഭാഗവതം തനി മലയാളത്തിലുള്ളതും അയ്യപ്പ ഗീത സംസ്കൃതത്തിലുള്ളതുമാണ്. അതിൽ പ്രതിപാദിക്കുന്ന കഥകൾ പൂർണ്ണമായും പരസ്പര പൂരകങ്ങളുമാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് പുസ്തകങ്ങളിലും അയ്യപ്പൻ്റെ സത്യസന്ധമായ കഥകൾ തന്നെയാണ് അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അയ്യപ്പ ഭാഗവതത്തെക്കുറിച്ചും ആ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെക്കുറിച്ചും പ്രാഥമികമായ ചില വിവരങ്ങൾ ശ്രോതാക്കൾ അറിഞ്ഞിരിക്കുന്നതിനു വേണ്ടി സമർപ്പിക്കുകയാണ്. സ്വാമി ത്രിയക്ഷര ചൈതന്യ എന്ന ഗോവിന്ദവാര്യരുടെ ജന്മദേശം കോട്ടയം ജില്ലയിലെ വാകത്താനം എന്ന സ്ഥലത്താണ്. വാകത്താനത്തുള്ള മണികണ്ഠപുരം ഗ്രാമത്തിൽ വടക്കേടത്ത് കരോട്ടുവാര്യത്ത് ശ്രീമതി ലക്ഷ്മിക്കുട്ടി വാരസ്യാരുടെ മദ്ദള വിദ്വാൻ അരീപ്പറമ്പ് ഗോവിന്ദവാര്യരുടെയും പുത്രനായി 1948 ജനുവരി 16 അദ്ദേഹം ജനിച്ചത്. വിദ്യാഭ്യാസം വാകത്താനം NSS സ്കൂളിലും തുടർ വിദ്യാഭ്യാസം ചങ്ങനാശ്ശേരി NSS കോളേജിലുമായി നടന്നു. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അത്യന്തം ശ്രദ്ധാലുവായിരുന്ന ശ്രീ വാര്യർ ചെറുപ്പത്തിലെ വലിയ അയ്യപ്പ ഭക്തനായിരുന്നു. പോസ്റ്റൽ വകുപ്പിൽ ജോലിയായിരുന്നു ലഭിച്ചിരുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന നവാക്ഷരി ജപസാധനയും അചഞ്ചലമായ അയ്യപ്പ ഭക്തിയും അദ്ദേഹത്തെ ത്രയക്ഷര ചൈതന്യ എന്ന നാമധേയ സ്വീകരണത്തിന് പാത്രീഭൂതനാക്കി. തപസ്സിൽ നിന്ന് ലഭിച്ച അനുഭൂതിയും ചിൽസ്വരൂപ തീർത്ഥപാദ പരമഹംസ തിരുവടികളുടെ ആശീർവാദവും സർവോപരി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ശ്രീമദ് അയ്യപ്പ ഭാഗവതം എന്ന ഈ മഹത് ഗ്രന്ഥത്തിൻ്റെ രചനയിലേക്ക് നയിച്ചു. ഏതിലും എന്തിലും തൻ്റെ ഉപാസനാമൂർത്തിയെ ദർശിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ത്രിയക്ഷര ചൈതന്യ സ്വാമികളുടെ അനുഗ്രഹമായി നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. 2012 ജൂൺ 17 ഈ അനുഗ്രഹീത സാഹിത്യകാരൻ അയ്യപ്പ പാദത്തിൽ ലയിച്ചു. അയ്യപ്പ ഭാഗവത സപ്താഹയജ്ഞം അവസാനമായി നടത്തിയത് കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ പാക്കിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. ഈ ഗ്രന്ഥത്തിലെ വിഭിന്ന ഭാഗങ്ങൾ നമ്മുടെ പ്രഭാഷണങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ അതീവ ഗഹനങ്ങളായ തത്വങ്ങൾ അയത്നലളിതമായി ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കി പ്രഥമ അയ്യപ്പ ഭാഗവത ജ്ഞാനയജ്ഞം നടത്തിയത് ഗ്രന്ഥകർത്താവായ ശ്രീ ത്രയക്ഷര ചൈതന്യ സ്വാമികൾ തന്നെയാണ്. ഇതിന് വേദിയായതാവട്ടെ എടത്വയിലുള്ള ആനപ്രമ്പാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലുമാണ്.
ചതുർദശ കാണ്ഡങ്ങളായി തയ്യാറാക്കിയിട്ടുള്ള ഈ ബൃഹത് ഗ്രന്ഥത്തിൽ സാധാരണക്കാരന് ഈശ്വരത്വം മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ശ്രീ ഭൂതനാഥ ഗീതയിലൂടെ വെളിവാക്കുന്നു. ആശ്രമധർമ്മം എന്ന ഭാഗത്തിൽ ഗൃഹസ്ഥന്മാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ തരത്തിൽ ലളിതമായി പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം ഏറെ ശ്രദ്ധേയമാണ്. പ്രഥമ കാണ്ഡത്തിൽ സൂത ശൗനക സംവാദത്തിലൂടെ തുടക്കം കുറിച്ച് മഹിഷാസുര നിധനം വരെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ദ്വിതീയ കാണ്ഡത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മഹിഷിയുടെ സ്വർഗാധിപത്യം തുടങ്ങി സുന്ദര മഹിഷാവതാരം വരെ ചേർത്തിട്ടുള്ളത്. തൃതീയ കാണ്ഡത്തിൽ ശ്രീ ഭൂതനാഥ സ്വാമിയുടെ അവതാരം, നാമകരണം എന്നിവയും, ചതുർക്കാണ്ഡത്തിലാവട്ടെ ഭഗവാന്റെ ഭൂലോകാഗമനം മുതൽ മണികണ്ഠ ലീലകൾ വരെ പഞ്ചമകാണ്ഡത്തിലും പ്രതിപാദിച്ചിരിക്കുന്നു. ഭഗവാന്റെ വിദ്യാഭ്യാസം മുതൽ പൊന്നമ്പലവാസൻ വരെ ഷഷ്ടമത്തിലും, ദക്ഷിണ കൈലാസം മുതൽ അഗസ്ത്യാഗമനം വരെ സപ്തമത്തിലും ചേർത്തിരിക്കുന്നു. നന്ദനാനുഗ്രഹം തുടങ്ങി തിരുഗയാ ബലി വരെ ദശമത്തിലും, കുംഭദള തീർത്ഥം ആരംഭിച്ച് ഭഗവത് അനുഗ്രഹം യുഗചംക്രമണം വരെ ഏകാദശത്തിലും പ്രതിപാദിച്ചിരിക്കുന്നു. ഗൗതമശാപം, വിശ്വരൂപ ദർശനം എന്നിവ ദ്വാദശത്തിലും, പമ്പാ മാഹാത്മ്യം, ഭഗവത് ജ്ഞാന വിധാനങ്ങൾ എന്നിവ ത്രയോദശ കാണ്ഡത്തിലും, ക്ഷേത്ര നിർമ്മാണോദ്യമം തുടങ്ങി നാരദഭാഗ്യം വരെ ചതുർദശത്തിലും ഭംഗിയായി വിവരിക്കുന്നു. ഹൃദ്യമായും ലളിതമായും അയ്യപ്പതത്വത്തെ പ്രതിപാദിച്ചിരിക്കുന്നു ഈ മഹത് ഗ്രന്ഥത്തിൽ. മാനവരാശിക്ക്, അയ്യപ്പ ഭക്തർക്ക് സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകാൻ കഴിയുന്ന ഗ്രന്ഥമാണ് ഇതെന്ന് വ്യക്തമാണ്. അയ്യപ്പസ്വാമിയുടെ കൃപാകടാക്ഷം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്തജനങ്ങൾ ഈ ഗ്രന്ഥം രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ ഗ്രന്ഥത്തിൻ്റെ 6ാമത്തെ പതിപ്പ് ഇറക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ. ശബരീശ ഭക്തർ നൽകിയ അംഗീകാരമാണിത് കാണിക്കുന്നത്. ഇതേപോലെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു പുസ്തകമാണ് ശ്രീമദ് അയ്യപ്പ ഗീത. ഈ ഗ്രന്ഥം സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ളതും 18 അധ്യായങ്ങളിലായി 365 ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ശ്രീമദ് സ്വാമി അച്യുതാനന്ദഗിരിജി മഹാരാജാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു ഏറെ പ്രശസ്ത സന്യാസിവര്യനായ ശ്രീമദ് സ്വാമി നാരായണഗിരി മഹാരാജാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവായ ശ്രീ അച്യുതാനന്ദഗിരി മലയാളിയാണെങ്കിലും സന്യാസ സ്വീകരണത്തിന് ശേഷം തിരികെ മലയാള ദേശത്തേക്ക് കടന്നിട്ടില്ല. ഭാരതഭൂമിയുടെ ഉത്തരഭാഗങ്ങളിൽ കൂടി സഞ്ചരിക്കുകയും തപോനുഷ്ഠാനങ്ങളിൽ കൂടി മുഴുകി ജീവിക്കുകയും ചെയ്തിരിക്കുന്നു. ജിജ്ഞാസുക്കൾക്ക് ജ്ഞാനപ്രദാനം നൽകി പരിവ്രാജകനായി പുണ്യസ്ഥലങ്ങൾ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളീയ സന്യാസിമാരുടെ ആധിപത്യത്തോടു കൂടിയ ഒരു സന്യാസി മഠം കാശിയിലുണ്ട്. കേന്ദ്രമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് പനമ്പിള്ളി ഗോവിന്ദമേനോന്റെ സഹോദരൻ ശ്രീധരാനന്ദ സ്വാമിയുടെ ചുമതലയിൽ വികസനത്തിൻ്റെ പാതയിൽ ഏറെ ദൂരം മുന്നോട്ട് പോയ മഠത്തിൻ്റെ പേര് തില പാണ്ഡികേശ്വര മഠം എന്നാണ്. പ്രസ്തുത മഠത്തിൽ പല ക്ഷേത്രങ്ങളുമുണ്ട്. അവയിൽ പലതും പല ദേവന്മാരുടെയും പ്രതിഷ്ഠകളുമുണ്ട്. എന്നാൽ അവിടെ ഒരയ്യപ്പ ക്ഷേത്രം ഉണ്ടായിരുന്നില്ല. ഈ കുറവ് പിൽക്കാലത്ത് നികത്തപ്പെട്ടു. ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, വിഗ്രഹം വെട്ടിക്കീറി പല കഷണങ്ങളാക്കി തകർത്തു. 1950-51 കാലത്തിലാണ് ഇത് സംഭവിച്ചത്. അയ്യപ്പ ഭക്തരെല്ലാം വ്രണിത ഹൃദയരായി. അക്കൂട്ടത്തിൽ അയ്യപ്പ ഭക്തനും തിരുവനന്തപുരത്തുകാരനുമായ ശ്രീ കൃഷ്ണൻ നായർ സ്വാമിയും ഉണ്ടായിരുന്നു. ശബരിമലയിലെ ഹൃദയസ്പൃക്കായ കാഴ്ചയിൽ ശബരിമലയിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോകാൻ കൂട്ടാക്കാതെ വീടുമായുള്ള ബന്ധം അയ്യപ്പ സന്നിധിയിൽ മുറിച്ചെറിഞ്ഞ് ശിഷ്ടജീവിതം അയ്യപ്പന് വേണ്ടി സമർപ്പിച്ച കൃഷ്ണൻ നായർ സ്വാമി തൻ്റെ കുടുംബത്തെ അയ്യപ്പൻ്റെ പാദത്തിൽ സമർപ്പിച്ചാണ് അയ്യപ്പധർമ്മ പ്രചരണം ആരംഭിച്ചത്. പിൽക്കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടത് ശ്രീമദ് വിമോചനാനന്ദ സ്വാമികൾ എന്നാണ്. അതേ വിമോചനാനന്ദ സ്വാമികളാണ് ഏതാണ്ട് 3/4 നൂറ്റാണ്ട് മുമ്പ് കാശിയിൽ
അയ്യപ്പക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ ചെയ്തത്. അതോടൊപ്പം അവിഭക്ത ആന്ധ്രാപ്രദേശിൽ അയ്യപ്പ വിശ്വാസത്തിൻ്റെ വിത്ത് പാകുകയും ആന്ധ്രയുടെ വിവിധ ഭാഗങ്ങളിലായി 36-ൽ പരം അയ്യപ്പ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ഒരുപക്ഷെ കേരളത്തിലുള്ളതിനേക്കാൾ അയ്യപ്പ ഭക്തർക്ക് രൂപം നൽകുകയും ചെയ്തു. ആന്ധ്രയിലെ നിർദ്ദിഷ്ട അയ്യപ്പ ക്ഷേത്രങ്ങളിലെല്ലാം ഈശ്വരഭക്തിയോടും ബഹുമാനത്തോടും വിമോചനാനന്ദ സ്വാമിയുടെ വലിയ ഫോട്ടോ ഇന്നും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്നത് അയ്യപ്പന്മാർക്ക് ഏറെ അഭിമാനകരമാണ്. കാശിയിൽ നിർമ്മിക്കപ്പെട്ട അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീമദ് അയ്യപ്പ ഗീത രൂപം കൊണ്ടത്. വൻപുലി വാഹനത്തിൽ പരിലസിക്കുന്ന വീരമണികണ്ഠനാണ് അവിടുത്തെ പ്രതിഷ്ഠ. സംസ്കൃത ഭാഷയിൽ വിരചിതമായ അയ്യപ്പ ഗീത 18 അധ്യായങ്ങളിൽ എഴുതപ്പെട്ടു. സംസ്കൃത ശ്ലോകങ്ങളുടെ അർത്ഥസംഗ്രഹം കൊണ്ടയൂർ ജ്ഞാനാനന്ദാശ്രമത്തിലെ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയിൽ കൂടി നമുക്ക് ലഭ്യമായി. ജ്ഞാനാനന്ദാശ്രമത്തിൽ നിന്നും പ്രസിദ്ധീകൃതമായിരുന്ന ആധ്യാത്മിക മാസികയിലൂടെ 26 ലക്കങ്ങളിലായി 1959 ഒക്ടോബർ മുതൽ 1961 നവംബർ വരെ പ്രസിദ്ധീകൃതമായി. അതിനുശേഷം ഭക്തന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി പുസ്തക രൂപേണ ഇത് അച്ചടിച്ചു. 18-ാം പടിയെ പുരസ്കരിച്ചാണോ എന്ന് സംശയിക്കുമാറ് ഈ പുസ്തകത്തിന് 18 അധ്യായങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതേപോലെ 18 അധ്യായങ്ങളിലായി 365 ശ്ലോകങ്ങളും അടങ്ങിയിരിക്കുന്നു. വർഷത്തിൽ ഒരു തവണ ശബരിമലയിൽ പോയി 18-ാം പടിയേറി പരമ്പൊരുളായ താരകബ്രഹ്മ രൂപത്തെ ദർശിക്കുന്നത് ഏറെ അഭികാമ്യമാണെന്ന് ഭംഗ്യാന്തരേണ ഈ പുസ്തകത്തിലെ 18 അധ്യായങ്ങളും 365 ശ്ലോകങ്ങളും എന്ന സംഖ്യ വെളിപ്പെടുത്തുന്നു. ശ്രീമദ് ഭഗവത്ഗീതയുമായി സാമാന്യത്തിലേറെ സാമ്യം ഈ ഗ്രന്ഥത്തിനുണ്ട്. ഭഗവത്ഗീതയിൽ ആചാര്യൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. സംശയാലുവായ ശിഷ്യനാകുന്നത് അർജുനനാണ്. ഭഗവത്ഗീതയിലും അധ്യായങ്ങൾ 18 തന്നെ. ശ്ലോകസംഖ്യ 700 കാണാം. അയ്യപ്പഗീതയിൽ ആചാര്യനാകുന്നത് ഭഗവാൻ ശ്രീധർമ്മശാസ്താവും സംശയാലുവായ അർജുനന്റെ സ്ഥാനത്ത് ശബരി എന്ന താപസയുമാണ്. ഇതിനു മുൻപത്തെ വിവിധ എപ്പിസോഡുകളിൽ കൂടി അയ്യപ്പഗീതയിലെ പല പ്രസക്ത ഭാഗങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മേൽ സൂചിപ്പിച്ച സുപ്രധാനങ്ങളായ അയ്യപ്പഗീത എന്നിവയേക്കാൾ ഏറെ പ്രസക്തമായിരുന്നതും അത്യപൂർവമായിരുന്നതുമായ അമൂല്യ ഗ്രന്ഥമാണ് ശ്രീ ഭൂതനാഥോപാഖ്യാനം. ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ശ്രീ കല്ലറയ്ക്കൽ കൃഷ്ണൻ കർത്താവാണ്. കിളിപ്പാട്ട് രീതിയിലാണ് ഇതിൻ്റെ രചന പൂർത്തിയാക്കിയിട്ടുള്ളത്. 15 അധ്യായങ്ങളിൽ കൂടി വെളിവാക്കപ്പെടുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദന രീതി ഏറെ ഹൃദ്യമാണ്. നിത്യപാരായണത്തിനുതകുന്ന ഗ്രന്ഥമായി നമുക്ക് ശ്രീമദ് ഭൂതനാഥോപാഖ്യാനത്തെ കാണാം. കാനനവാസനായ പമ്പാതീരത്തെ മണികണ്ഠൻ്റെ കഥ അത് ഏത് ഗ്രഹത്തിലും നിത്യപാരായണത്തിന് തിരഞ്ഞെടുക്കാം. പ്രഥമാധ്യായത്തിൽ സൂത ശൗനക സംവാദം, മഹിഷിയുടെ തപസ്, വരദാനം, മഹിഷിയുടെ പൂർവവൃത്താന്തം, സ്വർഗവിജയം, ത്രിമൂർത്തികളുടെ തൽപ്രതീകാരം എന്നീ ഭാഗങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചണ്ഡികാദേവി പണ്ട് മഹിഷാഖ്യനാം ലോക കണ്ടകൻ തന്നെ കൊല ചെയ്തത് കേട്ട നേരം മഹിഷാസുരൻ തൻ്റെ സഹോദരിയായിടുന്ന മഹിഷി കരംഭിക കരഞ്ഞു പുറപ്പെട്ടു. എന്തായിരുന്നു അവളുടെ ലക്ഷ്യം? ഇതിന് പ്രതികാരം ചെയ്യണം. ആ പ്രതികാരം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് അവൾ നേരെ ചെന്നെത്തുന്നത് ശുക്രമുനി, അസുരകുല ഗുരുവായിട്ടുള്ള ശുക്രമുനിയുടെ അടുത്താണ്. ശുക്രമുനിയുടെ അടുത്ത് ചെന്ന് ഘോരമായ തപസ്സിന് തയ്യാറായിക്കൊണ്ട് അവൾ മന്ത്രദീക്ഷ സ്വീകരിക്കുകയും ശുക്രമുനി കൽപ്പിച്ചനുഗ്രഹിച്ച മന്ത്രം ഉപയോഗിച്ച് ബ്രഹ്മാവിനെ തപസ് ചെയ്യുകയും ചെയ്തു. അവൾ നേരെ ശുക്രമുനിയെ കണ്ടു, മന്ത്രവും സ്വീകരിച്ചു. തപസ്സിന് തയ്യാറായി വിന്ധ്യാപർവ്വതത്തിലാണ് എത്തിച്ചേർന്നത്. തപസ് ഏറെ പ്രത്യേകതയുണ്ടായിരുന്നതാണ്. 2 പാദങ്ങളിൽ തന്നെ ഏറെക്കാലം നിൽക്കേണ്ടി വന്നാൽ അതിൻ്റെ വൈഷമ്യം ഒന്ന് വേറെ തന്നെ. പക്ഷേ ഇവൾ സ്വീകരിച്ചത് അതികഠിനമായ സ്വയം പീഡനമാണ്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ അവളുടെ കാൽപാദത്തിലെ 2 പെരുവിരലുകളിൽ മാത്രം തൻ്റെ ശരീരഭാരം മുഴുവൻ താങ്ങിക്കൊണ്ട് അവൾ തപസ് ആരംഭിച്ചു. തപസ്സിൻ്റെ പ്രത്യേകത കാലിൻ്റെ പെരുവിരൽ മാത്രം ഭൂമിയിൽ ഊന്നി നിന്നാണ് അവൾ ഘോര തപസ് തുടങ്ങിയത്. ബ്രഹ്മദേവനെ പ്രത്യക്ഷനാക്കുന്നതിനുള്ള കഠിനമായ തപസ്സിൽ അവസാന ഭാഗത്ത് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടാതെ ആയപ്പോൾ അവൾ യോഗാഗ്നിയിൽ സ്വയം എരിഞ്ഞടങ്ങാൻ തീരുമാനമെടുത്തു. അപ്പോൾ ബ്രഹ്മാവ് നിവൃത്തിയില്ലാതെ പ്രത്യക്ഷപ്പെടുകയും മരിക്കാതിരിക്കാനുള്ള വരമൊഴിച്ച്, എന്ന് പറഞ്ഞാൽ ചിരഞ്ജീവിയായി ഇരിക്കണം എന്ന അർത്ഥത്തിൽ വരം ചോദിക്കേണ്ട, ബാക്കി ഏത് വരം ചോദിച്ചാലും തരാമെന്നുള്ള അർത്ഥത്തിൽ അവൾക്ക് അനുഗ്രഹം നൽകാൻ തയ്യാറായി. അതനുസരിച്ച് അവൾ ആവശ്യപ്പെട്ടത്, തനിക്ക് മരണം വന്നുകൊള്ളട്ടെ, പക്ഷെ അതിന് താൻ തന്നെ നിബന്ധന വയ്ക്കുകയാണ്. ബ്രഹ്മദേവനോട് വരിച്ച വരങ്ങൾ ലോഹത്താലോ കല്ലുകളാലോ വിഷത്താലോ അഗ്നിയാലോ ജലത്താലോ സംഭവിച്ചുകൂടാ. അപ്പോൾ പഞ്ചഭൂതങ്ങൾക്കും ഇവിടെ വധിക്കാനുള്ള യാതൊരു കഴിവുകളും ഉണ്ടാകാൻ പാടില്ല. അതാണ് അവൾ ആദ്യമായി വരിച്ചത്. അതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് പാടില്ല, ഏതെങ്കിലും രോഗം വന്നാൽ പാടില്ല, ഏതെങ്കിലും തരം ലോഹങ്ങൾ കൊണ്ടുള്ള ആയുധങ്ങൾ പാടില്ല, ഒരു രോഗത്താലും മരണം ഭവിക്കരുത്. അപ്പോൾ എക്കാലത്തും ജീവിച്ചിരുന്നേ പറ്റൂ എന്ന നിലയിലാണ് അവൾ ഈ വരം സ്വീകരിക്കുന്നത്. സ്വർഗത്തിൻ്റെ ആധിപത്യം എനിക്ക് വേണം, എൻ്റെ രോമകൂപം തോറും എന്നെപ്പോലുള്ള നിരവധി മഹിഷങ്ങൾ ഉണ്ടാകണം. ഹരിക്കും ഹരനും കൂടി ഒരു കുട്ടി ജനിച്ച് അവൻ ഈരാറബ്ദം മർത്യന് ദാസനായി ഭൂമിയിൽ വന്നാൽ അവൾ ആരായിരുന്നാലും അവൻ എൻ്റെ മരണത്തിന് കാരണമായി തീരുന്നതിനുള്ള വരം തന്നാലും എന്നവൾ ആവശ്യപ്പെട്ടു. ബ്രഹ്മദേവൻ അത്ഭുതത്തോടുകൂടി അവളെ നോക്കി. അവൾ ആവശ്യപ്പെട്ട വരം ബ്രഹ്മാവ് നൽകുകയും അന്തർധാനം ചെയ്യുകയും ചെയ്തു. അവളുടെ വരലാഭത്തിൽ മഹിഷിയുടെ ശരീരത്തിൽ നിന്ന് നിരവധി മഹിഷങ്ങൾ പിറന്നു. ഇന്ന് നാം കാടുകളിൽ കാണുന്ന കാട്ടുപോത്തുകൾ ഇവളുടെ പിൻഗാമികളാണ് എന്നാണ് വിവക്ഷ. വീണ്ടും തുടർന്ന് മഹിഷങ്ങൾ പിറന്നു വീണു. ഒരു വലിയ പട അവൾക്ക് സ്വയമേവ ഉണ്ടായി. അവയെയും കൂട്ടിക്കൊണ്ട് അവൾ ദേവലോകത്തിലെത്തി ദേവന്മാരോട് യുദ്ധത്തിനൊരുങ്ങിയ ദേവേന്ദ്രനോട് ദേവഗുരു യുദ്ധത്തിന് പോയാൽ പരാജയമായിരിക്കും ഫലം എന്നും മഹിഷിയുടെ പൂർവകഥ എന്താണോ അത് ദേവേന്ദ്രനോട് ഉപദേശിക്കുകയും ചെയ്തു. ദത്താത്രേയൻ്റെയും ലീലയുടെയും കഥകൾ വിവരിച്ചപ്പോൾ ദേവേന്ദ്രനും കാര്യം മനസ്സിലായി. പരസ്പര ശാപഗ്രസ്തത നിമിത്തം മഹിഷി കരംഭികാപുത്രിയായി കരംഭന് ജനിച്ചതും എല്ലാം പ്രഥമ അധ്യായത്തിൽ വിവരിച്ചിരുന്നു. ഈ കഥകളെല്ലാം കൃത്യമായും നമ്മൾ ആദ്യ ഗ്രന്ഥങ്ങളിലും സൂചിപ്പിച്ചിരുന്നത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ആവർത്തന വിരസതയായി തോന്നാമെങ്കിലും അത് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് 1-2 അധ്യായങ്ങളെക്കുറിച്ചും ഈ പറഞ്ഞ മലയാള ഗ്രന്ഥത്തിലെ കിളിപ്പാട്ടിലെ ആ വിഷയങ്ങൾ തുടർന്നും അത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. ആവർത്തന വിരസത തോന്നാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് 2-ാം അധ്യായത്തിൽ സുന്ദര മഹിഷ സംയോഗം, ഇന്ദ്ര നാരദ സംവാദം, ദുർവാസാവ് ശപിക്കുന്നതിന് കാരണം, ദുർവാസാവ് നൽകിയ ദേവീദത്തമായ മാലയോട് അനാദരവ് കാട്ടിയെന്ന തോന്നൽ, അമൃതമഥനം, മോഹിനി രൂപാവതാരം, ദേവന്മാർക്ക് അമൃതത്തെ വീണ്ടെടുത്തു കൊടുത്ത ഭാഗം എന്നിവ ഉൾപ്പെടുന്നതാണ് 2-ാം അധ്യായത്തിലുള്ളത്. 3-ാം അധ്യായത്തിലാവട്ടെ ഹരിശങ്കര സംവാദം, ശ്രീമദ് ഭൂതനാഥാവതാരം, കേശാദിപാത വർണ്ണനം ഇവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 4ാധ്യായത്തിൽ പന്തള രാജാവിന് വേട്ടയ്ക്കുള്ള യാത്ര, ശിശുരൂപമായി കണ്ട ധർമ്മശാസ്താവിനോടുകൂടി രാജാവ് തിരികെ പന്തളത്ത് പ്രവേശിക്കുന്നത് വരെയുള്ള ഭാഗമാണ് വിശദീകരിച്ചിരിക്കുന്നത്. 5-ാം അധ്യായത്തിൽ സ്വാമിയുടെ വിദ്യാഭ്യാസ വിശേഷം, ഗുരുദക്ഷിണ, മന്ത്രിയുടെ അഭിചാരപ്രവൃത്തി, തൽപ്രതികാരം, പുലിപ്പാല് കൊണ്ടുവരുവാൻ സ്വാമി പോകുന്നത്, പൊന്നമ്പല നിർമ്മാണം, വാവരാതി ഭൂതസംയോഗം,
എന്നീ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി 6-ാമത് അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ മഹിഷി വീണ്ടും സ്വർഗത്തെ ജയിക്കുന്നതും ദേവകൾ ഭഗവാനെ സ്തുതിക്കുന്നതും ധർമ്മശാസ്താവ് മഹിഷിയെ മർദ്ദിക്കുന്നതും മാളികപ്പുറത്തമ്മയുടെ ഉത്ഭവവും ദേവസ്ത്രീകളായ പെൺപുലികളോടുകൂടി സ്വാമിയുടെ പന്തളപ്രവേശവും സ്വാമിയുടെ തത്വം പന്തള രാജാവ് അറിയുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 7-ാം അധ്യായത്തിൽ മണികണ്ഠസ്വാമി ആത്മോപതത്വോപദേശം ആരംഭിക്കുന്നു. പന്തളരാജൻ മണികണ്ഠസ്വാമിയോട് ആദ്യം ആവശ്യപ്പെടുന്നത് ഗർവമശേഷം എനിക്ക് തോന്നിയിടാതെ സർവഥാ പാലിച്ചു കൊഴുകജകൽപ്പതേ. അഹങ്കാരിയാണ് എന്ന് പറയിക്കത്തക്ക നിലയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാര പൂർണ്ണമായ പെരുമാറ്റമോ സ്വഭാവമോ എന്നുള്ളിൽ ഉണ്ടാകാതെ എന്നെ എക്കാലത്തും കാത്തുകൊള്ളണമെന്നാണ് പന്തളാധിപൻ്റെ പ്രഥമ പ്രാർത്ഥന. എൻ്റെ ഗ്രഹത്തിലാണങ്ങ് വസിച്ചിരുന്നതെങ്കിലും അതറിയാതെ ഞാൻ ധിക്കാരപൂർവം എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് ദയാപൂർവം ക്ഷമിച്ച് മാപ്പ് നൽകണം എന്ന് പന്തളത്തരജൻ പറഞ്ഞു നിർത്തി. ദുഷ്ടനാം മന്ത്രി ചെയ്തുള്ളൊരു ദുഷ്കൃത ഒട്ടുക്കുമോർത്താൽ പൊറുക്കാവതല്ലഹു. കഷ്ടമൻ കാന്തയെ കൂടെ വഞ്ചിച്ച കാപട്യം പറയിച്ചിതോർത്ത് കണ്ടിടുകിൽ. ഇവിടെ സ്വന്തം ഭാര്യയെ കൊണ്ടുപോലും മണികണ്ഠന് എതിരായി പറയിക്കാൻ, രാജ്ഞിയെ കൊണ്ട് മണികണ്ഠനെതിരായി പറയിക്കാനായിട്ടും തനിക്ക് രോഗമാണെന്ന് സമർത്ഥിക്കാനായിട്ട് ശ്രമിച്ചതും എല്ലാം കഥകൾ വിശദമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. മറുപടിയായി അതിന് ഭഗവാൻ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. മന്ത്രിയെ ശിക്ഷിക്കരുതൊരു നാളിലും മന്ധരയെ പോലെ കണ്ടുകൊള്ളുക ഭവാൻ. കാന്തയെ കൈകേയിയെ പോലെ കാണുക. ശാന്തനാം പങ്ക്തിരഥൻ ഭവാൻ എന്നതും രാമനാകുന്നു ഞാനും എന്നോർത്തിടുക. ഇപ്പോൾ ഇവിടെ രാമായണ കഥയുമായിട്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള രാമായണ കഥയുമായിട്ട് ഇവിടെ ഇത് ബന്ധപ്പെടുകയാണ്. നമുക്കത് എങ്ങനെ വരുന്നു എന്നൊന്ന് നോക്കാം. രാജ്ഞിയുടെ കാര്യം പറയുന്നിടത്ത് രാജ്ഞിയെ ഈ വഴിപിഴച്ച മാർഗത്തിലേക്ക് കൊണ്ടുപോകാനായി ശ്രമിച്ച മന്ത്രി ആരായിട്ട് കാണണം? മന്ധരയെ പോലെ കണ്ടിടുക എന്നാണ് പറഞ്ഞത്. മന്ധരയെ പോലെ കണ്ടിടുക ഭവാൻ. കാന്തയെ കൈകേയിയെ പോലെ കാണുക. മണികണ്ഠന് ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന രാജ്ഞിയാണ്. രാമനെ ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന കൈകേയിയാണ്. കൈകേയിയുടെ ഭരതന് കിട്ടേണ്ടുന്ന രാജ്യഭാരം അത് ഏറ്റവും സ്നേഹമുള്ള ഭാര്യ എന്ന നിലയിൽ 3 ഭാര്യമാരിൽ ദശരഥന് ഏറെ സ്നേഹമുണ്ടായിരുന്നത് കൈകേയിയോടാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കൈകേയിയോടുണ്ടായിരുന്ന സ്നേഹത്തെ ചൂഷണം ചെയ്തും കൊണ്ടാണ് മന്ധര ഇവിടെ രാമനെ വനത്തിലയക്കാനും ഭരതന് രാജ്യഭാരം നൽകാനും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തനിക്ക് വയറ്റുവേദനയാണെന്നും സുഖമില്ലായ്മയ്ക്ക് ആകെയുള്ള മരുന്ന് പുലിപ്പാലാണെന്നും രാജ്ഞിയെ പറയിക്കുന്നു, രാജ്ഞി സ്വയം പറയുന്നു. അപ്പോൾ അതിന് കാരണക്കാരനായിട്ടുള്ള മന്ത്രി മന്ധരയാണെന്ന് കൃത്യമായി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കൈകേയിയുടെ സ്ഥാനത്തേക്കാണ് രാജ്ഞിയെ ഇവിടെ സമർത്ഥിക്കപ്പെടുന്നത്. രാമൻ്റെ സ്ഥാനം കിട്ടുന്നത് സാക്ഷാൽ മണികണ്ഠസ്വാമിക്കും ദശരഥൻ്റെ സ്ഥാനത്തായി തീരുന്നത് നമുക്ക് പന്തളത്തരജനും ആണെന്ന് ഓർമ്മിക്കുക. അപ്പം ഇതനുസരിച്ചിട്ട് യാതൊരു കാരണവശാലും ഇത് ദേവകാര്യാർത്ഥം ആയതുകൊണ്ട്, ദേവകാര്യാർത്ഥമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നതുകൊണ്ട് ഒരു കാരണവശാലും മന്ത്രിയെയോ രാജ്ഞിയെയോ ശിക്ഷിക്കാൻ പാടില്ല എന്നും കൃത്യമായിട്ട് ഭഗവാൻ അരുളി ചെയ്യുന്നു. അതനുസരിച്ചിട്ട് ആധ്യാത്മിക ഗ്രന്ഥമായിട്ടുള്ള ശ്രീ ഉപാഖ്യാനത്തിൽ പന്തളത്തരജൻ മണികണ്ഠസ്വാമിയോട്
സംശയങ്ങൾ ചോദിക്കുന്നതും ആ സംശയങ്ങൾക്ക് ബദലായി പരമാത്മ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിലേക്കുമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത 2-3 എപ്പിസോഡുകൾ കൊണ്ട് പൂർത്തിയാക്കാം. എന്നെ ശ്രവിച്ച ഏവർക്കും കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ. എൻ്റെ വാക്കുകൾ നറുമലരുകളായി ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് നാളെ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.